ഇന്നിപ്പോൾ നമ്മുടെ നാട്ടിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരും ഇടതുപക്ഷ മുന്നണിയും ഒക്കെ സൗകര്യം പോലെ അംബേദ്കറെ ഉയർത്തിപ്പിടിക്കുന്നുണ്ട്. ചുവപ്പും അങ്ങനെയാണ്, ചുവപ്പും നീലയും ചേർന്ന ഒരു പാർട്ടി എന്നൊക്കെയാണ് പറയുന്നത്. ചുവപ്പും നീലയും പച്ചയും എന്ന് വെച്ചാൽ പരിസ്ഥിതിവാദവും ഈ ദളിത് വാദവും ഒപ്പം ഈ തൊഴിലാളി വർഗ വിപ്ലവവാദവും കൂടി ചേർത്ത് കെട്ടുന്ന 3 കൊടികൾ, 3 നിറങ്ങൾ കൂട്ടിച്ചേർത്ത് വേണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പുതിയ കാലത്ത് മുന്നോട്ട് പോകാൻ എന്നൊക്കെ പുതിയ മാർക്സിസ്റ്റുകൾ പറയുന്നുണ്ട്. പക്ഷേ അംബേദ്കറെ ചേർത്ത് പിടിക്കുമ്പോൾ, സൗകര്യം പോലെ അംബേദ്കറെ ഉപയോഗപ്പെടുത്തുമ്പോൾ ഓർക്കേണ്ട ഒരു കാര്യം, അംബേദ്കർ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളോടുള്ള നയം കൃത്യമായിട്ട് തുറന്നു പറഞ്ഞിട്ടുണ്ട്. ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ശത്രുവാണ് എന്ന് അദ്ദേഹം യാതൊരു മറയുമില്ലാതെ പറഞ്ഞിട്ടുണ്ട്. അതിന് അദ്ദേഹം കാരണം പറഞ്ഞിട്ടുണ്ട്, കാരണം കൂടി പറഞ്ഞിട്ടുണ്ട്. അത് ഇങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ആത്മകഥയിലെ ഒരു വാക്യം: തൊഴിലാളികളെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി ചൂഷണം ചെയ്യുന്ന കമ്മ്യൂണിസ്റ്റുകളുടെ നിതാന്ത ശത്രുവാണ് ഞാൻ. അതുകൊണ്ട് അംബേദ്കർ ഞങ്ങളുടെ ആളാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പുതിയ കാലത്ത് ആര് രംഗത്ത് വന്നാലും കമ്മ്യൂണിസ്റ്റുകാരോടുള്ള അംബേദ്കറുടെ സമീപനം, അംബേദ്കർ തന്നെ മരണത്തിന് മുമ്പ്, അദ്ദേഹം മരിക്കുന്നത് ഞാൻ പറഞ്ഞത് 69 കൊല്ലം മുമ്പാണ്, അന്ന് തന്നെ അദ്ദേഹം കൃത്യമായി പറഞ്ഞു വെച്ചിട്ടുണ്ട് എന്നുകൂടി ചേർത്ത് പറയണം. ഒപ്പം ഒരൊറ്റ കാര്യം കൂടി, കമ്മ്യൂണിസ്റ്റുകാരുടെ ഒരു വലിയ അഹന്തയുടെ നെഞ്ചത്ത് അദ്ദേഹം ആഞ്ഞു ചവിട്ടുന്നുണ്ട്. കമ്മ്യൂണിസ്റ്റുകാരുടെ എക്കാലത്തെ ഒരു വലിയ അഹങ്കാരം, ഞങ്ങൾ വലിയ വിവരമുള്ളവരാണ്, ഭൂമിയിൽ ആർക്കും മറ്റാർക്കും വിവരമില്ല എന്നൊരു അഹങ്കാരമുണ്ടല്ലോ. ഞങ്ങളാണ് ഏറ്റവും കൂടുതൽ വായിക്കുന്നത്, ഞങ്ങളാണ് വായനശാലയെ സംരക്ഷിക്കുന്നത്, ഞങ്ങളാണ് ഗ്രന്ഥശാലാ സംഘം എന്നൊക്കെ പറയുന്ന ഒരു വാദമുണ്ടല്ലോ. ഒരുപക്ഷെ അംബേദ്കറോളം ആഞ്ഞ് ചവിട്ടിയിട്ടുണ്ട് ആ അഹന്തക്കെതിരായിട്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ അഹന്തക്കെതിരായി ആഞ്ഞ് ചവിട്ടിയ ആ വാക്യം ഇങ്ങനെയാണ്. അതുകൂടി പറഞ്ഞാൽ ഈ വർത്തമാനം പൂർത്തിയായി. ആ വാക്യം ഇങ്ങനെയാണ്: ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ എല്ലാവരും കൂടി വായിച്ചിട്ടുള്ളതിനേക്കാൾ പുസ്തകങ്ങൾ ഞാൻ വായിച്ചിട്ടുണ്ട് എന്ന് പറയാൻ ചരിത്രത്തിൽ ഇന്ന് വരെ ഒരൊറ്റ ഇന്ത്യക്കാരനെ ധൈര്യം വന്നിട്ടുള്ളൂ. ആ മനുഷ്യൻ്റെ പേര് അംബേദ്കർ എന്നാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.